ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനമാണ്. ബ്രസാൻ്റെ ZX വാഹനമാണിത്. ഓട്ടോമാറ്റിക് ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഞെട്ടിച്ചൊരു ഘടകം എന്താണെന്നറിയോ? അതായത് സ്മാർട്ട് ഹൈബ്രിഡ് വാഹനമാണ്. സൺറൂഫ് ഉണ്ട്. ഫ്രണ്ട് ലുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, DRL വരുന്നുണ്ട്. നല്ലൊരു മസിൽ അല്ല മസ്കുലർ ടൈപ്പ് ഫേസ് ആണ് ഇപ്പോഴത്തെ പുതിയ ബ്രസയിലുള്ളത്, നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ? 14-15 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൽ കൂടുതൽ വേറെന്ത് വേണം? എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യം ആയിക്കോട്ടെ, പിന്നെ യൂസ്ഡ് മാർക്കറ്റിലായിക്കോട്ടെ, ഒക്കെ വാല്യൂ ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു 15,20,000 രൂപ ഓൺ റോഡ് വില വരുന്ന ഈ ബ്രസ ബ്ലാക്ക് കളർ വാഹനം കൂടിയാണ്. ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി നോക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് വാഹന പർച്ചേസ് ലിസ്റ്റിനകത്ത് തീർച്ചയായിട്ടും ചേർക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ബ്രസ എന്നുള്ളത്. അപ്പോൾ ബ്രസയുടെ ZX വാഹനമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സജഷൻ ലിസ്റ്റിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ വാഹനത്തിൻ്റെ ഓണർ UK പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി സെയിലിനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. വണ്ടി ആ ഒരു ഷോറൂം കണ്ടീഷനാണ്. 14,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പക്ക ഷോറൂം സർവീസാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്.